പ്രശ്നം കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. അതിൽ നമ്മൾ ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണത് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടായിരുന്നു. ഡിസ്ക്യാറ്റീവ് എക്സ്പെരിമെന്റ്, കാഥോഡ് റേ, ആനോഡ് റേസിനെ കുറിച്ച് പരിചയപ്പെട്ടു. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആരൊക്കെയാ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവരാണെന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആറ്റത്തിനകത്ത് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താ ആറ്റം മോഡൽ. ഒരു ആറ്റത്തിനകത്ത് അതിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത് ജെ തോംസൺ ആണ്. ദ ഫസ്റ്റ് ആറ്റം മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ ജെ തോംസൺ. അപ്പൊ നമുക്ക് ജെ തോംസൺ ആറ്റം മോഡൽ എന്താണെന്ന് നോക്കിയാലോ. നോക്കൂ, ജെ തോംസൺ പറഞ്ഞത് ഒരു ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഫിയർ ആണ്. ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഫിയർ ആണ്. അതില് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ അവിടെയായി പറ്റിപ്പിടിച്ചിരിക്കുന്നു. An atom is considered as a sphere of positive charge in which negatively charged electrons are embedded on it. ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഫിയർ ആണ്. അതിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ അവിടെയായി പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് നമുക്ക് എന്തുപോലെ തോന്നും? ഇത് എന്താ, നമ്മുടെ പ്ലം പുഡിംഗ് കേക്ക് അല്ലേ. കേക്കിനകത്ത് എന്താ, കേക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്, അതിൽ അവിടെയായി പറ്റിപ്പിടിച്ചിരിക്കുന്ന നട്ട്സ് ഒക്കെ ഇല്ലേ, അത് ഇലക്ട്രോൺ. അപ്പൊ ഇത് കണ്ട പ്ലം പുഡിംഗ് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ജെ തോംസൺ ആറ്റം മോഡൽ വിളിച്ചത് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് വിളിച്ചത്. ജെ തോംസൺ ആറ്റം മോഡൽ നമ്മള് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് വിളിച്ചത്. അപ്പൊ ആദ്യത്തെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്ത ആരാണ്? ജെ തോംസൺ ആണ് ആദ്യത്തെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. ജെ തോംസൺ എന്താ ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞത്? An atom is considered as a sphere of positive charge. ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഫിയർ ആണ്. അതിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ അവിടെ എന്തെപ്പെട്ടിരിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലൈക്ക് എന്താ, നട്ട്സിന്റെ പ്ലം പുഡിംഗ്. ഒരു പ്ലം പുഡിംഗ് കേക്കിൽ അവിടെ നട്ട്സ് ഒക്കെ ഇരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു. ഈ ആറ്റമാണ് നമ്മൾ വിളിക്കുന്ന പേര് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് വിളിക്കുന്നത്. ജെ തോംസൺ ആദ്യത്തെ ആറ്റം മോഡൽ കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, an atom is considered as a sphere of positive charge in which negatively charged electrons are embedded on it. This atom model is called plum pudding model or watermelon model. തണ്ണിമത്തരം പോലെ ഇരിക്കുന്നത്, തണ്ണിമത്തലിലെ ആ സീഡുകളാണ് ഇലക്ട്രോൺ, ആ റെഡ് പാർട്ടാണ് എന്ന് പറയുന്നത് പോസിറ്റീവ്. സോ അതുപോലെയാണ് ഇരിക്കുന്നത്. സോ ദിസ് ആറ്റം മോഡൽ ഈസ് കാൾഡ് plum pudding model or watermelon model. Okay, so the first atom model was proposed by J. Thomson. According to this model, an atom is considered as a sphere of positive charge in which negatively charged electrons are embedded on it. ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഫിയർ ആണ്. അത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ അവിടെയായി പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ ആറ്റം മോഡൽ നമ്മൾ വിളിക്കുന്ന പേര് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ചില എക്സ്പെരിമെന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ആറ്റത്തിൽ ഇലക്ട്രോൺ എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണപ്പെടുന്നില്ല എന്ന് നമുക്ക് ചില എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായി. സോ അതിനർത്ഥം എന്താ, ഈ ആറ്റം മോഡൽ ശരിയല്ല. ജെ തോംസന്റെ ആറ്റം മോഡൽ ശരിയല്ല. കാര്യം അത് ആ മോഡലിൽ പറയുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ആറ്റത്തിനകത്ത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ചില എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായി ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആറ്റം മോഡലിനെ എന്ത് ചെയ്ത് കളഞ്ഞു, ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞു. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ആറ്റം മോഡൽ ആയതുകൊണ്ടാണ് നമ്മൾ ജെ തോംസൺ ആറ്റം മോഡല് പഠിക്കുന്നത്. പക്ഷെ ചില എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലായി ജെ തോംസൺ ആറ്റം മോഡൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, ഇലക്ട്രോൺ എല്ലാ സ്ഥലത്തും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എന്ന് മനസ്സിലായത് കൊണ്ട് നമ്മൾ ഈ ആറ്റം മോഡലിനെ ഡിസ്കാർഡ് ചെയ്തു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് റൂദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ്.
Rutherford's alpha ray scattering experiment. ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റൂദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സോ നമുക്ക് ഇതിന് വേണ്ട എക്സ്പെരിമെന്റ് സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നോക്കൂ, ഇത് ഒരു യു ഷേപ്പിലുള്ള സ്ക്രീനാണ്. ഒരു യു ഷേപ്പിലുള്ള സ്ക്രീനാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ അകവശത്ത് ഒരു ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. എന്താ? റേഡിയേഷൻ തട്ടുന്ന എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും, തിളങ്ങുന്ന സാധനമാണ് ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ്. സോ യു ഷേപ്ഡ് സ്ക്രീൻ, ഇൻസൈഡ് ഓഫ് ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് എ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ്. ഇനി ഇത് ഒരു തിൻ ഗോൾഡ് ഫോയിലാണ്. ഒരു സ്വർണത്തിന്റെ ഒരു കനം കുറഞ്ഞ തകിടാണ് കൈ വെച്ചിരിക്കുന്നത്. തിൻ ഗോൾഡ് ഫോയിൽ. ഇതൊരു യു ഷേപ്ഡ് സ്ക്രീൻ, ഇതൊരു തിൻ ഗോൾഡ് ഫോയിൽ. ഇത് ആൽഫ റേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഴ്സ് ആണ്. ആൽഫ ബീറ്റ ഗാമ റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. യുറേനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളാണ് ഈ ആൽഫ ബീറ്റ ഗാമ റേസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മൾ ഇവിടെ വെച്ചിരിക്കാം. ആൽഫ റേ നമുക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് അത് എടുത്തു വെച്ചിരിക്കുന്നു. സോ അപ്പോ ആൽഫ റേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഴ്സ്, ഒരു യു ഷേപ്ഡ് സ്ക്രീൻ, പിന്നെ ആരാ? ഒരു തിൻ ഗോൾഡ് ഫോയിൽ. ഇത്രയാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the alpha rays produced from the source is allowed to pass through the gold foil. ആൽഫ റേ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സിൽ നിന്ന് വരുന്ന ആൽഫ റേയെ നമ്മൾ ഈ സ്വർണ്ണത്തകിടി കൂടി കടന്നു പോകാൻ അനുവദിക്കുന്നു. ഈ ആൽഫ റേ പോകുന്നത് നമുക്ക് കാണാൻ കഴിയില്ല, അതൊരു ഇൻവിസിബിൾ റേ ആണ്. പിന്നെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആൽഫ റേ വന്നാൽ ഈ യു ഷേപ്ഡ് സ്ക്രീനിൽ എന്തുണ്ടാകും? ഗ്ലോ, തിളക്കമുണ്ടാകും. ആ തിളക്കം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ആൽഫ റേയുടെ പ്രസൻസ് തിരിച്ചറിയും. സോ ദ ആൽഫ റേ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സോഴ്സ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. സ്വർണ്ണത്തകിടി കൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഒബ്സർവേഷൻ? നമുക്ക് നോക്കാം. ആൽഫ റേ സ്വർണ്ണത്തകിടി കൂടെ കടന്നു പോയപ്പോ എന്താ കണ്ടത്? ഇവിടെ നല്ല തിളക്കമുണ്ട്, ഗ്ലോ ഉണ്ട് എന്ന് പറഞ്ഞ എന്താ? കൂടുതൽ ആൽഫ റേസും ഒരു വളവുമില്ലാതെ സ്വർണ്ണത്തകിടി കൂടി കടന്നു പോകുന്നു. അതാണ് ആദ്യത്തെ ഒബ്സർവേഷൻ. മോസ്റ്റ് ഓഫ് ദ ആൽഫ റേസ് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. കൂടുതൽ ആൽഫ റേസ് ഒരു വളവുമില്ലാതെ സ്വർണ്ണത്തകിടി കൂടി കടന്നു പോകുന്നു. Okay, most of the alpha rays passed through the gold foil without any deviation. കൂടുതൽ ആൽഫ റേസ് ഒരു വളവുമില്ലാതെ സ്വർണ്ണത്തകിടി കൂടെ എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ഇനി നോക്കിയേ, കുറച്ച് ആൽഫ റേ നോക്കിയത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിത്തെറിച്ചിരിക്കുന്ന കണ്ടോ? ശരിക്ക് ഇങ്ങനെ പോകേണ്ട ആൽഫ റേ ചെറിയ ആംഗിളിൽ എന്ത് ചെയ്തിരിക്കുന്നു? തട്ടിത്തെറിച്ചിരിക്കുന്നു. സോ എ ഫ്യൂ ആൽഫ റേസ് ഡിഫ്ലക്റ്റഡ് ഇൻ സ്മോൾ ആംഗിൾ. ചെറിയ ആംഗിൾ ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തട്ടിത്തെറിച്ചിരിക്കുന്നു. അപ്പോ എ ഫ്യൂ ആൽഫ റേസ് ഡിഫ്ലക്റ്റഡ് ഇൻ സ്മോൾ ആംഗിൾ. കുറച്ച് ആൽഫ റേസ് ചെറിയ ആംഗിളുകളിൽ എന്ത് ചെയ്തു പോയിരിക്കുന്നു? ഡിഫ്ലക്ട് ചെയ്തു പോയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് ആൽഫ റേ കണ്ടോ? സ്വർണ്ണത്തകിടി ഒന്ന് തട്ടിയിട്ട് തിരിച്ചു പോയിരിക്കുന്നത് കണ്ടോ? സോ എ വെരി ഫ്യൂ ആൽഫ റേസ് റിഫ്ലക്റ്റഡ് ബാക്ക്. വന്നതുപോലെ തിരിച്ചു പോയി. സ്വർണ്ണത്തകിടിനകത്ത് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയില്ല, പകരം അത് തട്ടിയിട്ട് എന്ത് ചെയ്ത് പോയിരിക്കുന്നു? തിരിച്ചു പോയിരിക്കുന്നു. ഇതാണ് ഒബ്സർവേഷൻ. എന്തൊക്കെയാ? മോസ്റ്റ് ഓഫ് ദ ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. കൂടുതൽ ആൽഫ റേസും ഒരു വളവുമില്ലാതെ സ്വർണ്ണത്തകിടി കൂടി കടന്നു പോയി. എ ഫ്യൂ ആൽഫ റേസ് ഡിഫ്ലക്റ്റഡ് ഇൻ സ്മോൾ ആംഗിൾ. കുറച്ച് ആൽഫ റേസ് ചെറിയ ആംഗിളുകളിൽ എന്ത് ചെയ്തു പോയി? ഡിഫ്ലക്ട് ചെയ്തു പോയി. ആൻഡ് എ വെരി ഫ്യൂ ആൽഫ റേസ് റിഫ്ലക്റ്റഡ് ബാക്ക്. വളരെ കുറച്ച് ആൽഫ റേസ് പോയതുപോലെ തിരിച്ചു പോയി, തിരിച്ചു വന്നു. ഇതാണ് ഒബ്സർവേഷൻ. സോ അപ്പൊ എന്താ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്? ആൽഫ റേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഴ്സ്, ഒരു യു ഷേപ്പിലുള്ള സ്ക്രീൻ, പിന്നെ ഒരു തിൻ ഗോൾഡ് ഫോയിൽ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആൽഫ റേസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സോഴ്സ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. ആൽഫ റേയെ സ്വർണ്ണത്തകിടി കൂടി കടന്നു പോകാൻ അനുവദിച്ചു. എന്താ ഒബ്സർവേഷൻ? മോസ്റ്റ് ഓഫ് ദ ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. കൂടുതൽ ആൽഫ റേസും ഒരു വളവുമില്ലാതെ സ്വർണ്ണത്തകിടി കൂടി കടന്നു പോയി.
a few alpha rays deflected in small angle. കുറച്ച് ആൽഫ റേ ചെറിയ ആംഗിളുകളിൽ എന്ത് ചെയ്തു പോയി? ഡിഫ്ലക്ട് ചെയ്തു പോയി. Then a very few alpha rays reflected back. വളരെ കുറച്ച് ആൽഫ റേസ് മാത്രം എന്ത് ചെയ്തു? തിരിച്ചു വന്നു. സോ അപ്പൊ എന്തൊക്കെ ഒബ്സർവേഷൻ? Most of the alpha rays passed through the gold foil without any deviation. A few alpha rays deflected in small angle and a very few alpha rays reflected back. വന്നതുപോലെ തിരിച്ചു പോയി. ഇതാണ് റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ ഒബ്സർവേഷൻ പറഞ്ഞായിരുന്നു, അതിന്റെ കൺക്ലൂഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നോക്കൂ, നമുക്കറിയാം ആൽഫ റേ നമ്മൾ ഏതുവഴിയാണ് പാസ് ചെയ്തത്? സ്വർണ്ണ തകിടി കൂടെ അല്ലേ പാസ് ചെയ്തത്, അല്ലേ? സോ സ്വർണ്ണ തകിട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗോൾഡ് ആറ്റംസ് കൊണ്ടാണ്, അല്ലെ? ദാ ഇതൊരു ഗോൾഡിന്റെ ആറ്റമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഗോൾഡ് ആറ്റത്തിനകത്തൂടെയാണ് ആര് പാസ് ചെയ്ത് പോയത്? ആൽഫ റേ പാസ് ചെയ്ത് പോയത്. ഇതൊരു ഗോൾഡിന്റെ ആറ്റമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ ഒബ്സർവേഷനിൽ കണ്ടത്? കൂടുതൽ ആൽഫ റേസ് ഒരു വളവും ഇല്ലാതെ സ്വർണ്ണ തകിടി കൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത്, അല്ലെ? ദാറ്റ് മീൻസ് ആ ആൽഫ റേ കടന്നു പോകുന്ന സ്ഥലത്തൊന്നും അതിനെ തടയാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? കൂടുതൽ ആൽഫ റേസും സ്വർണ്ണ തകിടി കൂടെ ഒരു വളവും ഇല്ലാതെ കടന്നു പോയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരാറ്റത്തിൽ കൂടുതൽ സ്പേസും എന്താണ്? എംപ്റ്റി ആണ്. അതുകൊണ്ടാണ് ആൽഫ റേക്ക് ഒരു വളവും ഇല്ലാതെ സ്വർണ്ണത്തകിടി കൂടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞത്? കടന്നു പോകാൻ കഴിഞ്ഞത്. സോ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിൽ കൂടുതൽ സ്ഥലം എന്താണ്? എംപ്റ്റി ആണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൽഫ റേസിന് ഒരു വളവും ഇല്ലാതെ സ്വർണ്ണത്തകിടി കൂടി കടന്നു പോകാൻ കഴിഞ്ഞത്, അല്ലേ? ശരിയല്ലേ? സോ അപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു കൺക്ലൂഷനിലെത്തി റൂദർഫോർഡ്. ഒരു ആറ്റത്തിൽ കൂടുതൽ സ്പേസും എംപ്റ്റി ആണ്. എങ്ങനെയാ കൺക്ലൂഷൻ എത്തിയത്? കൂടുതൽ ആൽഫ റേസ് ഒരു വളവും ഇല്ലാതെ സ്വർണ്ണത്തകിടി കൂടെ കടന്നുപോയി. അവിടെയൊന്നും ആൽഫ റേ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിൽ കൂടുതൽ സ്ഥലം എന്താണ്? എംപ്റ്റി ആണ്. ഇനി എന്താ? കുറച്ച് ആൽഫ റേസ് എന്ത് ചെയ്ത്? ചെറിയ ആംഗിളുകൾ ഡിഫ്ലക്ട് ചെയ്ത് പോയി, അല്ലെ? തട്ടിത്തെറിച്ചു പോയി, ശരിയല്ലേ? സോ അതെന്താ സംഭവിച്ചിരിക്കുക? ആൽഫ റേ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ഒരു റേ ആണ്. ആൽഫ റേ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ആ റേ ആണ്. ആൽഫ റേ എന്ന് പറയുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയസിന് ഈക്വൽ ആണ് ഒരു ആൽഫ റേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പോസിറ്റീവ് ചാർജിൽ ആൽഫ റേ വന്ന് തട്ടിത്തെറിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പോസിറ്റീവിനെ തട്ടിത്തെറിപ്പിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു പോസിറ്റീവ് ചാർജുള്ള സബ്സ്റ്റൻസ് ആറ്റത്തിനുണ്ടായിരിക്കണം. അതിൽ തട്ടിയിട്ടല്ലേ പോസിറ്റീവ് ചാർജ് റേ തെറിച്ചു പോയത്, അല്ലെ? ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട്, സിമിലർ ചാർജസ് റിപ്പൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്പൊ പോസിറ്റീവ് ചാർജ് ആൽഫ റേ തട്ടിത്തെറിപ്പിക്കണമെങ്കിൽ ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ടായിരിക്കണം? ഒരു പോസിറ്റീവ് ചാർജുള്ള മാസ് ഉണ്ടായിരിക്കണം, ശരിയല്ലേ? സോ അപ്പൊ there is a പോസിറ്റീവ് മാസ് അറ്റ് ദ സെന്റർ ഓഫ് ദ ആറ്റം. ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് മാസ് ഉണ്ട്. എങ്ങനെ മനസ്സിലായ ഒരു പോസിറ്റീവ് മാസ് ഉണ്ടെന്ന്? പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേ തട്ടിത്തെറിക്കുകയാണ്. അതിനെ തട്ടിത്തെറിപ്പിക്കണമെങ്കിൽ ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ടാകണം? ഒരു പോസിറ്റീവ് മാസ് ഉണ്ടാകണം. ക്ലിയർ? അടുത്ത് നമ്മൾ എന്താ കണ്ടേ? വളരെ കുറച്ച് ആൽഫ റേ എന്ത് ചെയ്യാണ്? പോയതുപോലെ തിരിച്ചു വരിക. ഈ ആൽഫ റേ തട്ടിത്തെറിച്ച് എന്താ? ഈ പോസിറ്റീവ് മാസിന്റെ സൈഡിൽ വന്ന് തട്ടിയ ആൽഫ റേ ആണ് എന്ത് ചെയ്യുന്നത്? തെറിച്ചു പോയത്. സെന്ററിൽ വന്ന് തട്ടിയ ആൽഫ റേ തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വരുന്ന റേയുടെ എണ്ണം വളരെ കുറവാണ്. എന്ത് ചെയ്യുന്നു? ആൽഫ റേ ആ സ്വർണ്ണത്തകിടി തട്ടി തിരിച്ചു വരുന്ന ആൽഫ റേസിന്റെ എണ്ണം എന്താ? വളരെ കുറവാണ്. ദാറ്റ് മീൻസ് ആ പോസിറ്റീവ് മാസ് എന്താ? ചെറുതാണ്. പോസിറ്റീവ് മാസ് ചെറുതായതുകൊണ്ടാണ് അതിൽ തട്ടി കുറച്ച് ആൽഫ റേ മാത്രം തിരിച്ചു വന്നത്. സോ ദ പോസിറ്റീവ് മാസ് ഈസ് സ്മോൾ. ആ പോസിറ്റീവ് മാസ് എന്താണ്? സ്മോൾ ആണ്. പക്ഷേ ആൽഫ റേ എന്ന് പറയുന്നത് നല്ല ഹെവിയർ ആയിട്ടുള്ള റേ ആണ്. ഒരു ഹീലിയം ന്യൂക്ലിയസിന് ഈക്വൽ ആണ് ഒരു ആൽഫ റേ എന്ന് പറയുന്നത്. അത്രയും പവർഫുൾ ആയ ആൽഫ റേ തട്ടിത്തെറിപ്പിക്കണമെങ്കിൽ, തിരിച്ചുവിടണമെങ്കിൽ ആ മാസ് എന്തായിരിക്കണം? ഹെവിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്രയും ശക്തനായ ആൽഫ റേയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചുവിടാൻ പറ്റുകയുള്ളൂ. അപ്പോ ആ പോസിറ്റീവ് മാസ് ചെറുതാണ്. ചെറുതാണെന്ന് എങ്ങനെ മനസ്സിലായത്? കുറച്ച് ആൽഫ റേ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. ദാറ്റ് മീൻസ് ആ പോസിറ്റീവ് മാസ് ചെറുതാണ്.
പക്ഷേ അവൻ എങ്ങനെയുള്ളതാ? ഹെവിയർ ആണ്. ആൽഫാറെ പോലെ റേ തട്ടി തെറിപ്പിക്കണമെങ്കിൽ ആ പോസിറ്റീവ് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഹെവിയർ ആണ്. സോ there is a positive mass at the center of the atom. The positive mass is small but heavier. ആ പോസിറ്റീവ് മാസിന്റെ സൈസ് കുറവാണ്, പക്ഷേ ഹെവിയർ ആണ്. ഇതാണ് റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാ? ഒന്ന്, മോസ്റ്റ് ഓഫ് ദ ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. കൂടുതൽ ആൽഫ റേസും ഒരു വളവും ഇല്ലാതെ സ്വർണ്ണത്തകിടി കൂടെ കടന്നുപോയി. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിൽ കൂടുതൽ സ്ഥലം എന്താണ്? എംപ്റ്റി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടെന്താ? കുറച്ച് ആൽഫ റേസ് ചെറിയ ആംഗിളുകളിൽ ഡിഫ്ലക്ട് ചെയ്തു പോകുന്നു. ആൽഫ റേ പോസിറ്റീവ് ചാർജ് റേ ആണ്. അതിനെ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് മാസ് ഉണ്ട്. there is a positive mass at the center of the atom. തേർഡ് വൺ എന്താ? a very few alpha rays reflected back. വളരെ കുറച്ച് ആൽഫ റേ മാത്രം തിരിച്ചു വന്നു. ആൽഫ റേ തിരിച്ചു വരണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? അവിടെ ആ പോസിറ്റീവ് മാസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഹെവിയർ മാസ് ആണ്. പക്ഷെ കുറച്ച് ആൽഫ റേ തിരിച്ചു വന്നുള്ള അതിന്റെ അർത്ഥം എന്താ? ആ പോസിറ്റീവ് മാസ് സ്മോൾ ആണ്. ഇതാണ് ആ റൂദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എന്തൊക്കെയായിരുന്നു റൂദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്? ഒരു യു ഷേപ്ഡ് സ്ക്രീൻ, ഒരു തിൻ ഗോൾഡ് ഫോയിൽ, ആൽഫ റേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഴ്സ് അല്ലെ? ആൽഫ റേ നമ്മൾ എന്ത് ചെയ്തു? ആ ഗോൾഡ് ഫോയിലിൽ കൂടെ കടത്തിവിട്ടു. അപ്പൊ എന്താ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. കൂടുതൽ ആൽഫ റേയും ഒരു വളവും ഇല്ലാതെ സ്വർണ്ണത്തകിടി കൂടെ കടന്നു. A few alpha rays deflected in small angle. കുറച്ച് ആൽഫ റേ ചെറിയ ആംഗിളുകളിൽ എന്ത് ചെയ്തു പോയി? ഡിഫ്ലക്ട് ചെയ്തു പോയി. A very few alpha rays reflected back. പോയതുപോലെ എന്ത് ചെയ്തു? കുറച്ച് ആൽഫ റേ തിരിച്ചു വന്നു. എന്താ കൺക്ലൂഷൻ? കൂടുതൽ ആൽഫ റേ ഗോൾഡ് ഫോയിലിൽ കൂടെ പാസ് ചെയ്തു പോയി. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിൽ കൂടുതൽ സ്ഥലം എന്താണ്? എംപ്റ്റി ആണ്. ഇനി കുറച്ച് ആൽഫ റേ ചെറിയ ആംഗിളുകളിൽ ഡിഫ്ലക്ട് ചെയ്ത് പോയി. ആൽഫ റേക്ക് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജിന് റിഫ്ലക്ട് ചെയ്തത് കൊണ്ട് തന്നെ ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് മാസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി കുറച്ച് ആൽഫ റേ മാത്രമാണ് തിരിച്ചു വന്നത്. സോ ആ പോസിറ്റീവ് മാസിന്റെ സൈസ് സ്മോൾ ആണ്. പക്ഷെ ആൽഫ റേ തിരിച്ചു വിട്ടതുകൊണ്ട് അത് ഹെവിയർ ആണ്. ഇതാണ് റൂദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഒബ്സർവേഷനും കൺക്ലൂഷനും അല്ലെ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സോ അടുത്ത് നമ്മൾ പഠിക്കുന്നത് റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ കുറിച്ചാണ്. റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ബേസ്ഡ് ഓൺ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, റൂദർഫോർഡ് ഒരു പുതിയ ആറ്റം മോഡൽ കൊണ്ടുവന്നു. അദ്ദേഹം ചെയ്ത തിൻ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ ആ കൺക്ലൂഷൻസിന്റെ ബേസിൽ അദ്ദേഹം ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നു. അതാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ ഓർ പ്ലാനറ്ററി മോഡൽ. Based on alpha ray scattering experiment, Rutherford proposed a new atom model called Rutherford's atom model or planetary model. നോക്കാതിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്? ഒന്ന്, there is a heavy positive mass at the center of the atom called nucleus. എല്ലാ ആറ്റത്തിന്റെയും സെന്ററില് ഒരു ഹെവി പോസിറ്റീവ് മാസ് ഉണ്ട്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. എല്ലാ ആറ്റത്തിന്റെയും സെന്ററില് ഒരു ഹെവിയർ ആയിട്ടുള്ള പോസിറ്റീവ് മാസ് ഉണ്ട്. നമുക്കതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിന്റെ സൈസുമായി നോക്കുമ്പോ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നോക്കൂ, നമ്മള് ആറ്റത്തിനെ വലിയൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആയിട്ട് വിചാരിക്കുകയാണ്. ആറ്റത്തിനെ വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ആയിട്ട് വിചാരിച്ചാൽ കളി തുടങ്ങുന്നതിന് മുമ്പ് ബോൾ എവിടെ വെച്ചിരിക്കുന്ന അതിന്റെ സെന്ററിലല്ലേ വെച്ചിരിക്കുന്ന ഫുട്ബോള്. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആ ബോളിന്റെ സൈസേ ഉള്ളൂ ന്യൂക്ലിയസ്. ആറ്റം വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെങ്കിൽ അതിന്റെ സെന്ററിൽ ഇരിക്കുന്ന ആ ബോളിന്റെ സൈസ് മാത്രമേ ഉള്ളൂ ന്യൂക്ലിയസ്. അത്രയധികം ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ നോക്കുമ്പോൾ വളരെ ചെറുതാണ്. സോ അപ്പൊ എല്ലാ ആറ്റത്തിന്റെയും സെന്ററില് ഒരു ഹെവി പോസിറ്റീവ് മാസ് ഉണ്ട്. അതിനെ നമുക്ക് ന്യൂക്ലിയസ് എന്ന് വിളിക്കാം.
എല്ലാ ആറ്റത്തിന്റെയും സെന്ററില് ഒരു ഹെവി പോസിറ്റീവ് മാസ് ഉണ്ട്. നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസുമായി നോക്കുമ്പോൾ വളരെ ചെറുതാണ്. And second point, negatively charged electrons are revolving around the nucleus in circular path called orbit. ഈ ഹെവിയർ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് സർക്കുലർ പാത്തില് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഇലക്ട്രോൺ കറങ്ങുന്ന സർക്കുലർ പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അപ്പോ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സർക്കുലർ പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അടുത്ത പോയിന്റ്, number of electrons revolving around the nucleus is equal to the positive charge of the nucleus. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജിന് ഈക്വൽ ആയിരിക്കും. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് എന്ന് നമുക്കറിയാം. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആറ്റം ചാർജിൽ എന്താണ്? ന്യൂട്രൽ ആണ്. ന്യൂക്ലിയസിന് എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും തന്നെ എന്ത് ചെയ്യും? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. സോ ആറ്റം ചാർജിൽ എന്താണ്? ന്യൂട്രൽ ആണ്. ആറ്റത്തിന് ചാർജ് ഇല്ല. And next point, electrons and nucleus are held together by electrostatic force of attraction. Electron nucleus എന്ത് ചെയ്യുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇവിടെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് അല്ലേ, ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ പോസിറ്റീവിനെ നെഗറ്റീവിനെ ചേർത്ത് വെച്ചിരിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് എങ്ങനെ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. And the last one, most of the space in an atom is empty. ഒരു ആറ്റത്തിൽ കൂടുതൽ സ്ഥലം എന്താണ്? empty ആണ്. ഒരു ആറ്റത്തില് കൂടുതൽ സ്ഥലം എന്താണ്? empty ആണ്. ഇതാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ അഥവാ പ്ലാനറ്ററി മോഡൽ. എന്തായാലും പ്ലാനറ്ററി മോഡൽ എന്ന് വിളിക്കുന്നേ? സോളാർ സിസ്റ്റത്തിന്റെ സെൻട്രൽ സണ്ണും അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു? പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് പോലെയാണ്. ഇവിടെ സണ്ണായിട്ട് നമുക്ക് ന്യൂക്ലിയസ്, അതിന് ചുറ്റുമുള്ള പ്ലാനറ്റ്സ് ആണെന്ന് പറഞ്ഞ ഇലക്ട്രോണിനെ പോലെ എടുക്കാം. അതുകൊണ്ട് ഈ ആറ്റം മോഡൽ വിളിക്കുന്ന പേരാണ് പ്ലാനറ്ററി മോഡൽ ഓർ സോളാർ മോഡൽ എന്ന് വിളിക്കും. ഓക്കെ, സോ അപ്പൊ സെക്കൻഡ് ആറ്റം മോഡൽ കൊണ്ടുവന്ന ആരാണ്? റൂദർഫോർഡ് ആണ് സെക്കൻഡ് ആറ്റം മോഡൽ കൊണ്ടുവന്നത്. ഫസ്റ്റ് ആറ്റം മോഡൽ കൊണ്ടുവന്ന ആരാ? ജെ തോംസന്റെ ഫ്രം ഗുഡിംഗ്. സെക്കൻഡ് ആറ്റം മോഡൽ കൊണ്ടുവന്ന ആരാണ്? റൂദർഫോർഡ് ആണ്. റൂദർഫോർഡിന്റെ ആറ്റം മോഡലാണ് പ്ലാനറ്ററി മോഡൽ. അത് എന്ത് ബേസിലാണ് അദ്ദേഹം കൊണ്ടുവന്നേ? അദ്ദേഹം ചെയ്ത് നോക്കിയ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ബേസിലാണ് അദ്ദേഹം പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്നത്. എന്തൊക്കെയാ പ്ലാനറ്ററി മോഡലിൽ പറയുന്നത്? എല്ലാ ആറ്റങ്ങളുടെയും സെന്ററിൽ ഒരു ഹെവി പോസിറ്റീവ് മാസ് ഉണ്ട്. അതിനെ എന്തെന്ന് വിളിക്കാം? ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ഈ ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസുമായി നോക്കുമ്പോൾ വളരെയധികം ചെറുതാണ്. There is a heavy positive mass at the center of the atom called nucleus. Size of nucleus is very small as compared to the size of the atom. ആറ്റത്തിന്റെ സൈസുമായി നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണ്. And second one, negatively charged electrons are revolving around the nucleus in circular path called orbit. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ പാത്തുകളെ വിളിക്കുന്ന, ആ വഴിയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് എന്ന് വിളിക്കും. ആൻഡ് തേർഡ് വൺ, ന്യൂക്ലിയസ് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആറ്റം ഈസ് ചാർജിലി ന്യൂട്രൽ ആണ്. Number of electrons revolving around the nucleus is equal to the positive charge of the nucleus. So atom is chargely neutral ആണ്. ഇനി ന്യൂക്ലിയസും ഇലക്ട്രോൺസിനും കൂടെ ചേർന്നിരിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. And the last point, most of the space in an atom is empty. ഒരു ആറ്റത്തിൽ കൂടുതൽ സ്പേസ് എന്താണ്? empty ആണ്. ഇതാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ ഓർ പ്ലാനറ്ററി മോഡൽ. ഇതാണ് സെക്കൻഡ് ആറ്റം മോഡൽ. ആദ്യത്തെ ജെ തോംസന്റെ ആറ്റം മോഡൽ, സെക്കൻഡ് വൺ റൂദർഫോർഡ് ആറ്റം മോഡൽ ഓർ പ്ലാനറ്ററി മോഡൽ. അത് നമ്മൾ നോക്കുന്നത് അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. ഇസഡ് എന്താ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ആൻ ആറ്റം.
ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് നമ്പർ ഇസഡ്. നമുക്കറിയാം ഒരു ന്യൂട്രൽ ആറ്റത്തില് പ്രോട്ടോണുകളുടെ എണ്ണം ആർക്ക് ഈക്വൽ ആണ്? ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആണ്. സോ അപ്പൊ ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തുകൂടെയാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസുമാണ്. സോ അപ്പോ അറ്റോമിക് നമ്പറിന് ഇസഡ് എന്ന് പറഞ്ഞ ലെറ്ററുള്ള കാണിക്കുന്ന അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഏതെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഇസഡ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. ഒരു ന്യൂട്രൽ ആറ്റത്തില് പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആയതുകൊണ്ട് ന്യൂട്രൽ ആറ്റത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ എന്തുകൂടെയാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസുമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, മാസ് നമ്പർ. മാസ് നമ്പർ നമ്മൾ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ എ, മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ. പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ആകെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ എ. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രോട്ടോൺ. സോ അപ്പൊ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണത്തിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. സോ അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. ഇനി നമ്മൾ ഒരു എലമെന്റ് സിമ്പൽ എഴുതുമ്പോ അതില് അറ്റോമിക് നമ്പർ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് എഴുതുന്നത്. ഒരു എലമെന്റ് സിമ്പൽ എഴുതിയിട്ട് അറ്റോമിക് നമ്പർ കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ താഴെയും ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടാണ് ആരെ കാണിക്കുന്നത്? മാസ് നമ്പർ കാണിക്കുന്നത്. അറ്റോമിക് നമ്പർ സിമ്പൽ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടും മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടുമാണ് എഴുതുന്നത്. അപ്പോ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രൽ ആറ്റത്തിൽ അത് ആരുടെ എണ്ണത്തിന് ഈക്വൽ ആണ്? ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആണ്. ദെൻ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഇനി ഒരു എലമെന്റ് സിമ്പൽ എഴുതി മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് എഴുതും, അറ്റോമിക് നമ്പർ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ പഠിക്കുന്നത് ഐസോടോപ്സ്. എന്താണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്? ആറ്റംസ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറന്റ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം ആണ്, എന്നാൽ മാസ് നമ്പർ ഡിഫറന്റ് ആണ് എങ്കിൽ അവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഒരു എലമെന്റ് ആറ്റത്തിന് അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷെ എന്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? മാസ് നമ്പർ വ്യത്യാസപ്പെട്ടിരുന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ കാർബണിന്റെ ഐസോടോപ്പുകളാണ് C12 C14 രണ്ടുപേർക്കും അറ്റോമിക് നമ്പർ എത്ര തന്നെയാണ്? 6 തന്നെയാണ്, പക്ഷെ മാസ് നമ്പർ 14. അതാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ ഡിഫറന്റ് ആയിരിക്കും. അവരെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഐസോബാർസ്. എന്താ ഐസോബാർസ് എന്ന് പറഞ്ഞാൽ? തിരിച്ചൊരു ആറ്റംസ് ഹാവിംഗ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറന്റ് അറ്റോമിക് നമ്പർ. ഡിഫറന്റ് എലമെന്റ് ആറ്റങ്ങളാണ്, അവർക്ക് ഒരേ മാസ് നമ്പർ ആണ്, പക്ഷേ അറ്റോമിക് നമ്പർ ഡിഫറന്റ് ആയിരിക്കുന്നു. സെയിം മാസ് നമ്പർ ആണ്, പക്ഷെ അറ്റോമിക് നമ്പർ എന്തായിരിക്കുന്നു? ഡിഫറന്റ് ആയിരിക്കുന്നു. എക്സാമ്പിൾ എന്താ നോക്കിയേ? C14 N14 രണ്ടുപേർക്കും മാസ് നമ്പർ എത്ര തന്നെയാണ്? 14 തന്നെയാണ്, പക്ഷെ അറ്റോമിക് നമ്പർ എന്തായിരിക്കുന്നു? ഡിഫറന്റ് ആയിരിക്കുന്നു. അറ്റോമിക് നമ്പർ ഡിഫറന്റും മാസ് നമ്പർ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബാർ എന്ന് വിളിക്കുന്നത്. എന്താ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? സെയിം അറ്റോമിക് നമ്പർ ഡിഫറന്റ് മാസ് നമ്പർ. ഒരേ അറ്റോമിക് നമ്പറും ഡിഫറന്റ് മാസ് നമ്പറും ഉള്ളവരെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ C12 C14. എന്താ ഐസോബാർ എന്ന് പറഞ്ഞാൽ? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറന്റ് അറ്റോമിക് നമ്പർ. ഒരേ മാസ് നമ്പറും ഡിഫറന്റ് അറ്റോമിക് നമ്പറും ഉള്ളവരെ വിളിക്കുന്ന പേരാണ് ഐസോബാർസ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ഐസോബാറുകളാണ് C14 N14. രണ്ടുപേർക്ക് എന്താണ്? ഒരേ മാസ് നമ്പർ ആണ്, പക്ഷെ എന്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അറ്റോമിക് നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സെയിം മാസ് നമ്പർ ഡിഫറന്റ് അറ്റോമിക് നമ്പർ ഉള്ളത് ഐസോബാർ. സെയിം അറ്റോമിക് നമ്പർ ഡിഫറന്റ് മാസ് നമ്പർ ഉള്ളത് ആരാണ്? ഐസോടോപ്പുകളാണ്. ഇതിന് എക്സാമ്പിൾ കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂദർഫോർഡിന്റെ ആറ്റം മോളിന്റെ ഡീമെറിറ്റ്സ് ആണ്. എന്തൊക്കെയാണ് റൂദർഫോർഡിന്റെ ആറ്റം മോളിന്റെ ഡീമെറിറ്റുകൾ എന്നാണ് നമ്മൾ റൂദർഫോർഡിന്റെ ആറ്റം മോളിൽ പഠിച്ചതാണ്. റൂദർഫോർഡിന്റെ ആറ്റം മോളിൽ എന്താ പറയുന്നത്?
എല്ലാ ആറ്റത്തിന്റെയും സെന്ററിൽ ഒരു ഹെവി പോസിറ്റീവ് മാസ് ഉണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂക്ലിയസ് എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ആ ഓർബിറ്റ് എന്നറിയപ്പെടുന്ന സർക്കുലർ പാത്തിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ന്യൂക്ലിയസിനെ ഇലക്ട്രോൺ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് അട്രാക്റ്റീവ് ഫോഴ്സ് ഉപയോഗിച്ചാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു തിയറി കൊണ്ടുവന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറിയാണ്. ആ തിയറി അനുസരിച്ച് ഒരു ചാർജുള്ള പാർട്ടിക്കിള് ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന്റെ കീഴിൽ കറങ്ങുകയാണ് എങ്കിൽ അതിന് തുടർച്ചയായി എനർജി നഷ്ടപ്പെടും. When a charged particle revolves under an attractive force, gradually loses energy. ഒരു ചാർജുള്ള പാർട്ടിക്കിള് ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന്റെ കീഴിൽ കറങ്ങുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും? എനർജി നഷ്ടപ്പെടും. നമുക്കറിയാം റൂദർഫോർഡ് എന്താ പറഞ്ഞത്? ഇലക്ട്രോൺ എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിള് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിൽ കറങ്ങുമെന്നല്ലേ പറഞ്ഞത്? സോ അപ്പോ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിൽ കറങ്ങുമ്പോൾ അതിന് എന്ത് നഷ്ടപ്പെടും? എനർജി നഷ്ടപ്പെടും. ശരിയല്ലേ? എനർജി നഷ്ടപ്പെടുമ്പോൾ അത് എങ്ങനെ കറങ്ങും? ഒരു സ്പൈറൽ പാത്തിൽ കറങ്ങും. എനർജി നഷ്ടപ്പെടുന്ന അനുസരിച്ച് അത് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരും. ഒരു സ്പൈറൽ പാത്തിൽ കറങ്ങി ആൻഡ് ഫൈനലി falls into the nucleus. അവസാനം ഇലക്ട്രോൺ എനർജി നഷ്ടപ്പെട്ട് എവിടെ ചെന്ന് വീഴും? ആ ന്യൂക്ലിയസിൽ ചെന്ന് വീഴും. ദാറ്റ് മീൻസ് റൂദർഫോർഡിന്റെ ആറ്റം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. കാര്യം ഇലക്ട്രോൺ ആ ന്യൂക്ലിയസിന്റെ ചാർജിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ കീഴിൽ കറങ്ങുമ്പോൾ അതിനെന്ത് ചെയ്യും? എനർജി നഷ്ടപ്പെടും. ഗ്രാജുവലി എനർജി നഷ്ടപ്പെടുമ്പോ അതൊരു സ്പൈറൽ പാത്തിൽ കറങ്ങിയാൽ ഫൈനലി ഫോൾസ് ഇൻ ടു ദ ന്യൂക്ലിയസ്. അപ്പൊ റൂദർഫോർഡ് ആറ്റം എന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഇതാണ് ആദ്യത്തെ ഡീമെറിറ്റ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അനുസരിച്ച് ഒരു ചാർജിന് പാർട്ടിക്കിൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന് കീഴിൽ കറങ്ങുകയാണെങ്കിൽ അതിന് എന്താണ്? ഗ്രാജുവൽ ആയിട്ട് എനർജി നഷ്ടപ്പെടും. സോ റൂദർഫോർഡ് പറഞ്ഞ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിള് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന് കീഴിൽ കറങ്ങുക എന്നാണ് പറഞ്ഞത്. സോ അപ്പൊ എന്ത് ചെയ്യുക? അതിന് എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെടുന്ന അനുസരിച്ച് അതൊരു സ്പൈറൽ പാത്തിൽ കറങ്ങി അവസാനം എവിടെ വന്ന് വീഴും? എനർജി നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിൽ വന്ന് വീഴും. ദാറ്റ് മീൻസ് റൂദർഫോർഡ് ആറ്റം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. ആൻഡ് സെക്കൻഡ് ഡീമെറിറ്റ് എന്ന് പറയുന്നത് he fails to explain hydrogen spectrum. റൂദർഫോർഡിന് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, പക്ഷെ ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല? റൂദർഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഇതാണ് റൂദർഫോർഡ് ആറ്റം മോഡലിലെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഒന്ന്, ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല? റൂദർഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല. കാര്യം എന്താണ് നമുക്കറിയാം. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിന്റെ തിയറി അനുസരിച്ച് ഒരു ചാർജുള്ള പാർട്ടിക്കിൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കീഴിൽ കറങ്ങുകയാണെങ്കിൽ അതിന് എനർജി നഷ്ടപ്പെടും. ഇലക്ട്രോൺ ചാർജുള്ള പാർട്ടിക്കിൾ ആണ്. അത് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന് കീഴിൽ കറങ്ങുമ്പോൾ എനർജി നഷ്ടപ്പെടും. അപ്പൊ അതൊരു സ്പൈറൽ പാത്തിൽ കറങ്ങി എവിടെ വന്ന് വീഴും? ന്യൂക്ലിയസിൽ വന്ന് വീഴും. സോ അപ്പൊ അതുകൊണ്ട് റൂദർഫോർഡ് ആറ്റം എന്താണ്? അൺസ്റ്റേബിൾ ആണ്. സെക്കൻഡ് വൺ, റൂദർഫോർഡ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഇതാണ് റൂദർഫോർഡ് ആറ്റം മോഡലിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.